ഹൃദയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പുറപ്പാടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡോക്ടർ ദമ്പതിമാരെയാണ്. ദൈവത്തിനായി ജീവിക്കുകയും ദൈവത്തിനെ മറ്റുള്ളവരിൽ കാണുകയും ചെയ്യുന്ന ഇവരെ നമുക്ക് കൂടുതൽ വിശദമായി പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഡോക്ടർ സണ്ണി. ഞാൻ ഇവിടെ ഷാർജയിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഹോസ്പിറ്റലിൽ സീനിയർ ഫിസിഷ്യനായിട്ട് ജോലി ചെയ്യുന്നു. 1980 തൊട്ട് ഞാൻ ഈ നാട്ടിലുണ്ട്. 84 തൊട്ട് സ്ഥിരം ഷാർജയിലാണ്. 4 വർഷം ഞാൻ ദുബായിലായിരുന്നു. നാട്ടിലെ മമ്മൂരാണ് എൻ്റെ സ്വദേശം, ഗുരുവായൂരിനടുത്ത്. പക്ഷേ കഴിഞ്ഞ 14 വർഷമായി 2000 ആണ്ട് തൊട്ട് ഞാൻ തൃശ്ശൂർ അടുത്ത് കുട്ടനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു, ഹിൽ ഗാർഡൻ കോളനിയിൽ. ഓക്കെ. എൻ്റെ പേര് ഡോക്ടർ ഗ്രേസ്. ഞാൻ ഇപ്പോൾ സണ്ണീസ് മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഒരു ക്ലിനിക്കിൽ ഞാൻ റോളയിൽ ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ 3 വർഷമായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതിന് മുമ്പ് 18 വർഷം ഞാൻ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ എൻ്റെ വീട് തൃശ്ശൂർ അഞ്ചേരി എന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഞങ്ങൾ താമസം മരിയാപുരം കുട്ടനെല്ലൂരുള്ള ഹിൽ ഗാർഡൻ കോളനിയിലാണ്. അവിടെ 14 വർഷമായി താമസമായിട്ട്. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കൾ 2 പേരാണ്. മൂത്ത മകൻ ഇവിടെ ദുബായിൽ ഒരു മോറിസൺ മനോ എന്നുള്ള ഒരു ചാർട്ടേഡ് കമ്പനിയിൽ, അക്കൗണ്ടൻറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. മരുമകൾ MCA കഴിഞ്ഞിട്ടുണ്ട്, ജോലി ആയിട്ടില്ല. മകൾ MBBS കഴിഞ്ഞിട്ട് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ സീനിയർ ഹൗസൻസി ചെയ്യണം. നിങ്ങളുടെ വാതയിലാണ് മകൾ? അതെ അതെ. അപ്പം എത്ര വർഷമായി ഡോക്ടർ ഇവിടെ വന്നിട്ട്? ഞാൻ പറഞ്ഞല്ലോ 1980 സെപ്റ്റംബറിലാണ് ഞാൻ വരുന്നത്. അന്ന് ഞാനൊരു ഫ്രഷ് MBBS ഗ്രാജുവേറ്റ് ആയിരുന്നു. ഞാൻ നാട്ടിലെ അമല ക്യാൻസർ ഹോസ്പിറ്റലിൽ ജസ്റ്റ് ജോയിൻ ചെയ്ത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരു വിസിറ്റ് വിസ ഇവിടെ എൻ്റെ അനിയനുണ്ടായിരുന്നു, അങ്ങനെ ഈ നാട്ടിലേക്ക് വരികയാണ്. പക്ഷെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു ഫ്രഷ് മെഡിക്കൽ ഗ്രാജുവേറ്റിന് ഇവിടെ വളരെ ഒന്നും പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയില്ല. മിനിമം 3 years എക്സ്പീരിയൻസ് വേണം, കൂടുതൽ ക്വാളിഫിക്കേഷൻ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ പിന്നെ ഏക ആശ്രയം ദുബായ് സെൻറ്റ് മേരീസ് ചർച്ചിൽ പോവുക, മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക, എങ്ങനെയാലും കൂടെ പിടിച്ച് നിർത്തണേ എന്നുള്ള പ്രാർത്ഥന. ആ മാതാവിൻ്റെ രൂപം ഇപ്പോഴും അവിടെയുണ്ട്, ആ പള്ളിയോട്, ആ ചെറിയ പള്ളിയുടെ ഉള്ളിൽ. ഇപ്പോഴും ഞാനവിടെ പോയി പ്രാർത്ഥിക്കും. ഇടയ്ക്ക് പോയിട്ട് എന്നെ പിടിച്ച് നിർത്തിയതിനെക്കുറിച്ച് നന്ദി പറയും. പിന്നീട് അവിടുന്ന് ഉണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങൾക്കും ഞാൻ നന്ദി പറയാറുണ്ട് ആ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ. പക്ഷേ ഫ്രഷ് ഗ്രാജുവേറ്റ് ആയിട്ടും ഡോക്ടറിന് അവിടെ ആ സമയം തന്നെ ജോലി ലഭിച്ചു. അപ്പോൾ അന്ന് ഞാൻ വരുന്നത് ഒരു സെപ്റ്റംബർ 5-ാം തീയതിയാണ്. നമുക്ക് വേറെ പരിചയക്കാരൊന്നുമില്ല, അനിയനുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ മനസ്സിലായി എനിക്ക് ജോലി കിട്ടാൻ യാതൊരു മാർഗ്ഗവുമില്ല, തിരിച്ചു പോകാൻ ഉള്ള. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴേക്കും ഒരു കമ്പനിയുടെ ക്ലിനിക്കിൽ ഒരാളാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. അത് അപ്ലൈ ചെയ്തു. അന്ന് തന്നെ അവരെന്നെ ജോലിക്ക് വിളിച്ചു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാനിവിടെ എംപ്ലോയിഡായി. അങ്ങനെയാണ് ഞാൻ ഇവിടെ
സ്ഥിരം താമസിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാകുന്നത്. പിന്നെ അതിന് ശേഷം ദുബായിലാണ് ആ 4 വർഷം ഉണ്ടായത്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാർജയിൽ അന്ന് ബ്രിട്ടീഷുകാർ നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പോയി അവിടെ വളണ്ടിയറായിട്ട് അവിടെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അറ്റൻഡ് ചെയ്ത് ഇടയ്ക്ക് ലീവ് വേക്കൻസി കിട്ടും. അങ്ങനെ 84 ജനുവരി ആകുമ്പോഴാണ് 84 നവംബറിൽ ഒരു വേക്കൻസി വരുന്നുണ്ടെന്നും അതിന് വേണ്ടിയിട്ടൊന്ന് എന്നെ അവർ റിക്രൂട്ട് ചെയ്ത് തിരഞ്ഞെടുത്തു. നാട്ടിൽ പോയി 6 മാസം കഴിഞ്ഞ് ഞാൻ ജോലിക്കായിട്ട് വന്നു. പക്ഷേ പിന്നീട് എനിക്കുണ്ടായ എൻ്റെ ഒരു അനുഭവം, എന്നെ ആ ഹോസ്പിറ്റലിൽ അവിടെയാണ് ഞാൻ ശരിക്കും മെഡിസിൻ പഠിക്കാൻ തുടങ്ങിയത്. അവിടെ നിന്ന് എനിക്ക് അവിടെ ആ ഹോസ്പിറ്റലിൽ എൻ്റർ ചെയ്യാൻ സംബന്ധിച്ച മിസ്റ്റർ മെക്ഡുഗൽ എന്ന് പറഞ്ഞ ഓർത്തോപീഡിക് കൺസൾട്ടൻ്റാണ്. കൊല്ലങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം ഞാൻ പിന്നെ MRCP കഴിഞ്ഞ് ഫെലോഷിപ്പ് കിട്ടി എനിക്ക് റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസിൻ്റെ ഗ്ലാസ്ഗോയിൽ നിന്ന്. അത് മേടിക്കാനായിട്ട് ഞാനവിടെ പോയി. ഞങ്ങൾ ഫാമിലിയായിട്ടാണ് പോയത്. അപ്പോൾ റോയൽ കോളേജിൻ്റെ പ്രസിഡൻ്റ് എന്നെ വന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ ഷാർജയിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ യു വാണ്ട് ടു സീ മിസ്റ്റർ മെക്ഡുഗൽ എന്ന് പറഞ്ഞ് എന്നെ വേറൊരു റൂമിലേക്ക് കോണി ഇറക്കി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഷാർജയിൽ ഒന്നുമല്ലാതിരുന്ന എന്നെ ഹോസ്പിറ്റലിലേക്ക് എൻട്രി തന്ന മിസ്റ്റർ മെക്ഡുഗലിൻ്റെ വലിയൊരു ഫോട്ടോയുടെ മുമ്പിൽ ഞാനിങ്ങനെ നിൽക്കുന്നു. ഞാൻ അവിടെ താഴ്ന്നു വണങ്ങി അദ്ദേഹത്തിന് മനസ്സിൽ പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. മിസ്റ്റർ മെക്ഡുഗൽ പിന്നീട് ഷാർജയിൽ നിന്ന് പോയിട്ട് റോയൽ കോളേജിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ വീണ്ടും റോയൽ കോളേജിൻ്റെ വലിയ ഡിഗ്രി കിട്ടുന്ന സമയത്ത് ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എത്തിപ്പെട്ടു. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു എനിക്ക്. ഈ നാട്ടിൽ ഒരു തൊഴിലും കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന എനിക്ക് ആദ്യം ഒരുപക്ഷെ മാതാവിനോടുള്ള പ്രാർത്ഥനയായിരിക്കാം എനിക്ക് ബ്രിട്ടീഷുകാർ നടന്ന ഹോസ്പിറ്റലിൽ എൻട്രി കിട്ടിയതും അവിടെ ഞാൻ മിസ്റ്റർ ഡോക്ടർ സിംസണും മറ്റുള്ള എല്ലാവരുടെയും കരുണ കൊണ്ട് എനിക്ക് പിന്നെ മെഡിക്കൽ യൂണിറ്റിൽ ജോലി ചെയ്യാൻ സാധിച്ചു. അവിടെ നിന്നാണ് ശരിക്കും മെഡിസിൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ടായി. പിന്നെ വളരെ ബുദ്ധിമുട്ടിയായാലും പഠിച്ച് കൂടുതൽ ക്വാളിഫൈഡ് ആവാൻ സാധിച്ചു. അവസാനം മിസ്റ്റർ മെക്ഡുഗലിൻ്റെ മുമ്പിൽ അവർ ഓണർ സ്വീകരിക്കാനായിട്ട് ചെല്ലുമ്പോൾ അയാളുടെ മുമ്പിൽ ഞാൻ ചെന്ന് വിട്ടു. അത് വലിയൊരു അനുഭവമായി മാറി എനിക്ക്. തീർച്ചയായിട്ടും ഒരു മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും ഞാനിപ്പോഴും വിചാരിക്കാതാണ്. അതിനു മുമ്പ് എനിക്കൊരു സംഭവമുണ്ട്. എന്തുണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഈ പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കാനായിട്ട് തുടങ്ങുന്നത് കുറച്ച് ലേറ്റായിട്ടാണ്. എൻ്റെ അനിയന്മാരൊക്കെ കൂടെ വന്നു, അവരൊക്കെ ജോലിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടുതൽ ക്വാളിഫൈഡ് ആവണം. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ബൈബിൾ എടുത്ത് ഞാൻ തുറന്നു നോക്കി. അപ്പോൾ എനിക്ക് കിട്ടിയ ദൈവവചനം ഇതായിരുന്നു, ജെറമ്യ 33:3 എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ രഹസ്യങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഈ വചനം ഞാനൊരു കടലാസിൽ എഴുതി അവിടെ വെച്ച് മാതാവിൻ്റെ ഒരു രൂപം അതിൻ്റെ മീതെ വെച്ച് ഞാൻ അവിടെയാണ് എൻ്റെ മേശ, അതിൻ്റെ അവിടുത്തെ കസാര, അവിടെ ഇരുന്നിട്ടാണ് ഞാൻ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത്. കുറച്ച് അധികം സമയമെടുത്തു, എങ്കിലും ഞാൻ എക്സാം പിന്നീട് മാതാവിൻ്റെ കാരണോട് ഞാൻ പാസ്സായി. ഇന്നും ആ സ്ലിപ്പ് അവിടെ ആ മാതാവിൻ്റെ രൂപം അവിടെ ഇരിപ്പുണ്ട്. മാത്രമല്ല എനിക്ക് ഫെലോഷിപ്പ് കിട്ടിയതിന് ശേഷം ഞാൻ MRCP എക്സാമിനറായി കഴിഞ്ഞ 4 വർഷമായിട്ട്. 4 വർഷമായി എല്ലാ 4 മാസം കൂടുമ്പോൾ UK നിന്ന് ഡോക്ടേഴ്സ് വരും ഗ്ലാസ്ഗോയിൽ നിന്ന്. അവരായിട്ട് ഇവിടെ ഒരു എക്സാമിനേഷൻ ബ്രീഫിങ്ങും ഡിന്നറും ഉണ്ടാവും വലിയൊരു ഹോട്ടലിൽ വെച്ച്. അത് കഴിഞ്ഞ് ദുബായിലും ഷാർജയിലും എക്സാമിനറായിട്ട് മാറി മാറി ഇപ്പോൾ ഞാൻ ഷാർജയിൽ മാത്രമേ എക്സാം ചെയ്യുന്നുള്ളൂ. എല്ലാ 4 മാസം കൂടുമ്പോഴും ഇതിനെനിക്ക് ദൈവം എന്നെ ഒരുക്കി. അപ്പോൾ ഇതെല്ലാം മാതാവിൻ്റെ വലിയ കാരണം കൊണ്ടാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ആ ദൈവവചനത്തിൽ പറഞ്ഞ അതേപോലെ തന്നെ ഞാൻ ചിന്തിക്കാത്തതും ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഫ്രഷ് ഗ്രാജുവേറ്റായിട്ട് വന്ന ആളായിരുന്നു. ഒരു ജോലി പോലും എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച എന്നെ അവസാനം MRCP എക്സാമിനാക്കി മാറ്റി. അപ്പോൾ ആ ദൈവവചനത്തിൽ ഞാൻ എപ്പോഴും ഉറച്ച് വിശ്വസിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു വചനം കൂടെയാണിത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് വായിക്കുകയും ഈ വചനഭാഗം വായിക്കുകയും. ഞാൻ ബൈബിൾ തുറന്ന് വായിക്കാമെന്ന് എന്തോ ഒരു ഇത് ബൈബിൾ തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കാണുന്ന വചനം ഇതാണ്. അതവിടെ എഴുതി വെച്ചു. ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ രഹസ്യങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഞാൻ പറഞ്ഞല്ലോ, ഈ മിസ്റ്റർ മെക്ഡുഗൽ എനിക്ക് ആക്സസിബിലിറ്റി എന്ന മിസ്റ്റർ മെക്ഡുഗലിൻ്റെ മുന്നിൽ ഞാൻ എത്തിപ്പെടുകയാണ് ഗ്ലാസ്ഗോയിൽ. അതും അവിചാരിതമായിട്ട് ആ പ്രസിഡൻറ്റ് ഞങ്ങൾ വന്ന് പരിചയപ്പെടുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഷാർജ എന്ന് പറഞ്ഞപ്പോൾ യു വാണ്ട് ടു സീ മിസ്റ്റർ മെക്ഡുഗൽ കൊണ്ട് എന്നെ പിടിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഫോട്ടോൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. അതൊക്കെ എനിക്ക് വളരെ ദൈവത്തിൻ്റെ വലിയൊരു കരുണയായിട്ട് ആ മിസ്റ്റർ മെക്ഡുഗലിൻ്റെ ഫോട്ടോൻ്റെ മുമ്പിൽ ഞാൻ നമ്പർസിസ്കനായിട്ട് നിന്നുപോയി. അതാണ് വലിയൊരു അനുഭവമായിട്ട് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഡോക്ടർ വന്ന കാലത്തൊന്നും അല്ലെങ്കിൽ ആ ഈ UAE വന്ന സമയത്തൊന്നും
നവീകരണ പ്രസ്ഥാനങ്ങളൊന്നും ഇത്രമാത്രം ഇല്ലല്ലോ. ഇല്ല, അന്നില്ല. അന്ന് നമ്മൾ നാമമാത്രമായി പള്ളിയിൽ പോകുന്നു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 92-ലാണ് ഞാൻ ഇതേമാതിരി പള്ളിയിൽ പോകുന്ന സമയത്ത്, അന്ന് ആഴ്ചയിലൊക്കെ പള്ളിയിൽ പോവാം, എന്തോ ഒരു ദൈവികമായൊരു പ്രേരണയാൽ ഞാൻ പള്ളിയിലെ പാസ് ചെയ്യുമ്പോൾ ഷാർജ പള്ളിയിലൊന്ന് കയറിയതായിരുന്നു. അപ്പോൾ അവിടെ 2 വരി ആൾക്കാർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സ്ത്രീ അവിടെ വെച്ച് വചനം പറയുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ മലയാളികളുടെ ഒരു കൂട്ടായ്മ ഇവിടെയുണ്ട്. മാത്രമല്ല ആ സമയത്ത് ഒരു സംഭവം അവിടെ ഉണ്ടായി. ഒരു 2 വരിയിൽ മാത്രമേ ആൾക്കാരുള്ളൂ. പിന്നെ ഞാനിരിപ്പുണ്ട്. ഇപ്പുറത്തെ ലൈനിൻ്റെ പിന്നിലത്തെ ബെഞ്ചിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഉറക്കം തൂങ്ങിയ മാതിരി ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ കെട്ടിമുറിഞ്ഞിട്ട് വീണു. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നവരെല്ലാവരും കൂടി അദ്ദേഹത്തെ എടുക്കാനായിട്ട് വന്നു. അപ്പോൾ ഞാൻ പോയി സ്വയം ഇൻട്രൊഡ്യൂസ്, ഞാൻ ഡോക്ടറാണ്, നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അങ്ങനെ അവിടെ കൊണ്ടുപോയി അദ്ദേഹം ഇൻസുലിൻ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാതെ പള്ളിയിൽ കുർബാനയ്ക്ക് വന്നതായിരുന്നു. 1 കുർബാന കഴിഞ്ഞു, 2 കുർബാന കഴിഞ്ഞു, 3 കുർബാന കഴിഞ്ഞു. അവിടെ ഇരുന്ന് അങ്ങനെ ഷുഗർ കുറഞ്ഞു പോയി വീണതായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ എൻ്റെ കൊളീഗ് ഡോക്ടർ അയാളെ ഐഡൻറ്റിഫൈ ചെയ്തു. ഗ്ലൂക്കോസ് കൊടുത്തപ്പോൾ അദ്ദേഹം ഉണർന്നു. പക്ഷേ എനിക്കതിലൂടെ ഈ പ്രാർത്ഥന ഗ്രൂപ്പിൽ ആ 2 വരി ആൾക്കാരും എൻ്റെ ഇവിടെ വന്നിട്ടായിരുന്നു കാറിൽ. അപ്പോൾ അവർ മനസ്സിലാക്കാൻ പറ്റി അവർ ഇവിടെ എന്തോ ഒരു നല്ല പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരാണെന്ന്. നമ്മൾ ബൈബിൾ പറഞ്ഞിട്ടുണ്ടല്ലോ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചുള്ളത്. അപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി, ഇവിടെ എന്തോ നല്ല പ്രവൃത്തി ഉണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അന്വേഷിച്ചു ഏതാണ് ഇവിടെ പ്രാർത്ഥന. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ വചനം പറഞ്ഞൊരു സിസ്റ്റർ, എൻ്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സിസ്റ്ററായിരുന്നു. അവർ പിറ്റേ ദിവസം ഇതുമാതിരി ഫ്ലൂ ആയിട്ട് എൻ്റെ അടുത്ത് ചികിത്സിക്കാനായിട്ട് ചുമയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു ഇതിനെക്കുറിച്ചൊക്കെ. അങ്ങനെയാണ് ഞാൻ പിറ്റത്തെ ആഴ്ച അവരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോവുക. അപ്പോൾ ആ സമയത്താണ് ഇവിടെ പാപ്പച്ചൻ ബ്രദറിൻ്റെ വരവ്. പാപ്പച്ചൻ ബ്രദർ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ ഇവിടെ ഒരു ആത്മാവിൽ നിന്ന് ഏറ്റവും അധികം വചനം ഈ നാട്ടിൽ വേലി വിതച്ച വ്യക്തി പാപ്പച്ചൻ ബ്രദറാണ്. അങ്ങനെ പാപ്പച്ചൻ ബ്രദർ അന്ന് ഇവിടെ വന്നിട്ട് ഓരോ എമിറേറ്റ്സിലും ധ്യാനം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിൽ താമസിച്ചിട്ടാണ് ഷാർജയിൽ ധ്യാനം നടത്തിയത്. അതിപ്പോഴും വലിയൊരു അനുഭവമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. പിന്നീടും പലപ്പോഴും പാപ്പച്ചൻ ബ്രദർ വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു പട്ടാളക്കാരനായിട്ട് ജോലി ചെയ്ത്, മിലിറ്ററി ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് ആ അനുഭവത്തിൽ നിന്ന് വളർന്നു വന്ന് ഇത്രയധികം ബൈബിളിനെ കുറിച്ച് അധികമായിട്ട് സംസാരിക്കാനും ആൾക്കാരിലേക്ക് വചനം എത്തിച്ചു കൊടുക്കാനും ശ്രമിച്ച വ്യക്തിയാണ് പാപ്പച്ചൻ ബ്രദർ. ആദ്യകാലത്ത് UAE-ൽ നവീകരണ അനുഭവം അന്ന് പിന്നീടാണ് പള്ളിക്കുന്നല്ലച്ഛനും മറ്റുള്ള വൈദികരൊക്കെ വരുന്നത്. പിന്നെ ആ പ്രാർത്ഥന 92 തൊട്ടിട്ട് തന്നെ ഈ നവീകരണ പ്രസ്ഥാനത്തിലുണ്ട്. പലപ്പോഴും കോർ ഗ്രൂപ്പ് മെമ്പറായിട്ടുണ്ട്. ഇപ്പോഴും കോർ ഗ്രൂപ്പ് മെമ്പറാണ്. 90-കളിലാണ് അതിലാണ് 92-ലാണ് എക്സാക്ട്ലി ഞാൻ ഈ ഓഗസ്റ്റിലാണ് ഞാൻ നവീകരണ പ്രാർത്ഥന ഗ്രൂപ്പുകളിലൊക്കെ പോയത്. അപ്പോൾ ഭാര്യയുണ്ട്, ഒരുമിച്ചാണ് പിന്നെ എല്ലാ പ്രവർത്തനങ്ങളും. എനിക്ക് ഒരു അടുത്തതായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഈ നവീകരണാനുഭവത്തിൽ വന്ന ശേഷം, അതിനു മുൻപും നിങ്ങൾ ഡോക്ടർമാർ തന്നെയാണ്, പക്ഷേ അതിന് വന്ന ശേഷം ജീവിതത്തിലും വ്യക്തി ബന്ധങ്ങളിലും മറ്റുള്ള രോഗികളെ കാണുമ്പോഴും ഒക്കെ ഇടപഴകുമ്പോഴും എല്ലാം വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ടോ? പഴയതിൽ നിന്നൊരു പുതിയതായിട്ടുണ്ട് ഞാൻ എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതായത് ദൈവം നമുക്ക് തന്നുള്ള താലന്ത് നന്മ ചെയ്യാനാണെന്നും അത് നമ്മൾക്ക് ദൈവം തന്ന വലിയൊരു കഴിവാണ്, സിദ്ധിയാണ് ഈ ഡോക്ടറിങ് എന്നും അതിലൂടെ മറ്റുള്ളവരെ സേവനം ചെയ്യാനുള്ള വലിയൊരു മാർഗ്ഗമാണെന്നുള്ള തോന്നൽ, അതൊരു പരിധിവരെ നമ്മൾ ചികിത്സിക്കുന്ന രോഗികളിലേക്ക് ചെറുതായിട്ടുള്ളൊരു കൗൺസിലിംഗ് രൂപത്തിൽ പറഞ്ഞു കൊടുക്കാനും പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എൻ്റെ ഇതൊരു ദൈവിക വിളിയാണെന്ന്, വൊക്കേഷനാണ്. അതിപ്പോഴും അതാണ് എൻ്റെ ചിന്ത. ഒരു പ്രൊഫഷൻ അല്ല, വൊക്കേഷനാണ്. ആസ്പത്രി പോയി എത്ര ക്ഷീണിച്ചാലും അല്ലെങ്കിൽ തിരിച്ച് ബാഗും എടുത്ത് കാറിൽ വന്ന് കയറുമ്പോഴായിരിക്കും വീണ്ടും വാർഡിന്ന് വിളി വരിക. അപ്പോൾ എല്ലാം മറന്ന് വീണ്ടും അവിടെ ചെല്ലാനായിട്ട് എന്നെ അതിന് പ്രേരിപ്പിക്കും, ഒരു മനസ്സ് പ്രേരിപ്പിക്കും. എന്നുവെച്ചാൽ അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്ത ഇതായിരിക്കും, എന്നെ ഈ സമയത്ത് ഇവിടെ ആക്കിയിട്ടുള്ളത് ഈ രോഗിനെ ശുശ്രൂഷിക്കാൻ ദൈവം എനിക്ക് തന്നിട്ടുള്ള വലിയൊരു അവസരമാണ്, അത് ഞാൻ ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെ ധാരാളം അവസരങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റായ ഒരു വിജയനെ ബ്രെയിനിന് ഫീവറായിട്ട്, ബ്രെയിൻ മെനഞ്ചൈറ്റിസ് ആയിട്ട് ചികിത്സിക്കാൻ എനിക്ക് അവസരമുണ്ടായി. എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ഭാര്യനെ ചികിത്സിക്കാൻ അവസരമുണ്ടായി. അങ്ങനെ ഒരുപാട് വ്യക്തികൾ അവിചാരിതമായിട്ട് ഈ വലിയ മേജറായിട്ടുള്ള അസുഖങ്ങളിൽ ചികിത്സിക്കാനായിട്ടുള്ള അവരൊക്കെ ഇപ്പോഴും അതിന് വളരെ നന്ദിയോടെ ഓർക്കുന്ന കാര്യങ്ങളുമാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ടായി മറ്റുള്ളവരെ സഹായിക്കാൻ. കൗൺസിലിംഗ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൈവത്തെ കാണുന്നു എന്ന് പറയുമ്പോൾ അപരൻ്റെ ജാതി മതം എന്നൊക്കെ നോക്കാതെ തന്നെ കർത്താവിനെ കൊടുക്കാൻ സാധിക്കാറുണ്ട്. ജാതി മതം വ്യത്യാസമില്ല അതിന്.
അല്ലേ അതിൽ യാതൊരു വ്യത്യാസവുമില്ല. സൂക്കേട് വരുന്നത് ഒരിക്കലും ആളെ നോക്കിയോ ജാതി നോക്കിയോ അല്ല. മാത്രമല്ല അതിന് സമയവുമില്ല. ഞാൻ പറയുന്നത് ദൈവത്തെ കർത്താവിനെ കൊടുക്കാനായിട്ട് ഇവൻ ഇന്ന ഒരു മതസ്ഥനാണ്, ഞാൻ പറഞ്ഞാൽ സ്വീകരിക്കില്ല, അങ്ങനെയൊക്കെ ഒരു വിമുഖത തോന്നിയിട്ടുണ്ടോ? ഇല്ല. അത് അസുഖമായിരിക്കുന്ന അവസ്ഥയിൽ അവൻ എപ്പോഴും വളരെ സബ്ലൈമായിരിക്കും. അവൻ ആ സമയത്ത് ഞാൻ ദൈവത്തിൻ്റെ കൂടെ എന്നുള്ള ചിന്തയുള്ളൂ, അല്ലാതെ ഇന്ന ജാതി എന്നുള്ള ചിന്ത അവനിൽ വരാൻ സാധ്യത കുറവാണ്. പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലായിട്ട് നിസ്സഹായ അവസ്ഥയാണ് ടോട്ടലി. എനിക്കറിയാം. ഞാൻ പറയും, ഞാൻ എൻ്റെ ഒപ്പം വരുന്ന സ്റ്റുഡൻസ് ഉണ്ട് ഷാർജ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വരുന്നവരുണ്ട്. അവരോട് പറയും, ദൈവത്തിന് നമ്മളിലൂടെ മാത്രമേ ഈ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിന് നേരെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ഈ കോട്ടിട്ടിവിടെ നിർത്തിയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് വി ആർ ബൗണ്ട് ടു ഡു ദാറ്റ്. അതിനൊരു സമയപരിധി ഇല്ല അതിന്. അല്ല, അപ്പം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് കാര്യമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെൻ്റെ ഒപ്പമുള്ള കൊളീഗ്സായിട്ടുള്ള ജൂനിയർ ഡോക്ടേഴ്സിന് പറഞ്ഞു കൊടുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചേച്ചി ഗൈനക്കോളജിസ്റ്റ് അല്ലേ? എത്ര വർഷമായി ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക്? ഞാനിപ്പോൾ ഇവിടെ 27 ഇയേഴ്സായി. 27 വർഷമായി. ഏത് തരമുള്ള രോഗികളാണ്? പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പല തരത്തിലുള്ള അസുഖങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവരോടുള്ള ഒരു നവീകരണ അനുഭവത്തിൽ വന്ന ശേഷം അവരോടുള്ള അവരെ നോക്കുന്നതിൽ, അവരെ പരിചരിക്കുന്നതിൽ, അവർക്ക് ഉപദേശം നൽകുന്നതിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു? തീർച്ചയായിട്ടും ഉണ്ട്. ഇതിൽ ആദ്യമൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന പേഷ്യൻ്റ് ഡോക്ടർ എന്നുള്ളതിൽ അവരെ നമ്മൾ നോക്കും, അസുഖം എന്താണെന്ന് പുതിയ പുതിയ ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാനായിരുന്നു ഇൻട്രസ്റ്റ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അവർ എന്നെപ്പോലെ തന്നെയുള്ള എൻ്റെ ഒരു സഹോദരി പോലെ ഞാൻ കാണുന്ന എല്ലാവരെയും. പിന്നെ അപ്പോൾ അവർ കല്യാണം കഴിഞ്ഞ് പുതുതായിട്ട് വരുന്നവരാണ്. ഇവിടെ UAE യിലാണെങ്കിൽ പ്രത്യേകിച്ചും അവരവരുടെ പാരൻസിൽ നിന്നും ഫാമിലിയിൽ നിന്നും അകന്നു വരുന്നവരാണ്. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും അവരെന്നോട് ഡിസ്കസ് ചെയ്യും. അവരുടെ സംശയങ്ങളും കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവർക്ക് ആശ്വാസം പകരാറുണ്ട്. അപ്പോൾ പിന്നെ അവർ വരുന്നത് ആദ്യമായിട്ട് ന്യൂലി മാരീഡാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ജോലി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവർ ഡോക്ടർ ഞങ്ങളെ അബോർഷൻ ചെയ്യേണ്ട കാര്യത്തിനായിട്ടാവും ആദ്യം വരുന്നത്. ഉടനെ തന്നെ ഞാൻ പറയും, ഈ ഒരു ജീവൻ നമുക്ക് ജീവൻ ഉണ്ടാക്കാൻ നമുക്ക് കഴിവില്ല. അപ്പോൾ ഈ ജീവനെ എടുക്കാനും നമുക്ക് അധികാരമില്ല. പിന്നെ ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുട്ടികൾ ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരാം. ട്യൂബൊക്കെ ഇൻഫെക്ഷനായിട്ട് ബ്ലോക്ക് ആവാം. അല്ലെങ്കിൽ പിന്നെ ഒരു ജീവൻ നശിപ്പിക്കുന്നത് തന്നെ അത് ദൈവത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ തെറ്റാണ്. പിന്നെ നിങ്ങൾക്ക് പിന്നെ ജീവിതത്തിൽ എന്നും ഒരു കുറ്റബോധമായിരിക്കും. പിന്നെ അത് വലിയ മഹാപാപമാണെന്നൊക്കെ പറഞ്ഞ് അവരോട് അങ്ങനെ ഞാൻ തിരുത്താൻ ശ്രമിക്കാറുണ്ട്. കണ്ടമാനം പേര് അങ്ങനെ അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് വരണ വരെ ഞാനിങ്ങനെ പറയും. അങ്ങനെ പറയുമ്പോൾ അപ്പോൾ അവർ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് അവർ വരും. എന്നിട്ട് അവർ ഡെലിവറി ആയിട്ട് അവർ പറയും, ഇത് ഞങ്ങളുടെ കുട്ടിയല്ല ഡോക്ടറുടെ കുട്ടിയാന്ന് പറഞ്ഞിട്ട് കൊണ്ട് കാണിച്ചു തരാറുണ്ട്. വലിയ സന്തോഷം വരാറുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഈയിടെ ഒരു പെൺകുട്ടിയും കുട്ടികളില്ല, ഹിന്ദുവാണ് ആ കുട്ടി. അവർ പിങ്കി എന്ന പേര്. ആ കുട്ടി അതിൻ്റെ ഹസ്ബൻഡും എന്നിട്ട് കുട്ടികളിലാണ്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കലേ ഞാൻ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊന്നും ഗുണമില്ല. അപ്പോൾ കുറേ ഹോർമോൺ ഡിഫിക്കൽട്ട് ചേഞ്ചസൊക്കെ ഉണ്ട് ആ കൊച്ചിന്. മുഖം നിറച്ച് ഹെയറും അങ്ങനെ ഓരോ ഹോർമോൺസ് എല്ലാം കുറേ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഞാനൊക്കെ മെഡിസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു, ജീസസിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതാണ്, ജീസസിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ് ഡോക്ടറെ, വിശ്വസിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കില്ല. അവർ നെക്സ്റ്റ് മന്ത് പ്രഗ്നൻ്റ് ആയി ആ കുട്ടി. അങ്ങനെ പ്രഗ്നൻ്റായിട്ട് പിന്നെ അവരിങ്ങനെ പോണ നേരത്തെ 7 മാസമായിട്ട് അവർ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുക. പെൺകുട്ടി പോകുന്ന നേരത്തെ എനിക്ക് അവൾ തന്നെ വരച്ച ഒരു ഫോട്ടോ തന്നു. അത് നമ്മളുടെ ക്രിസ്മസിൻ്റെ ക്രിബ് പോലെയാണ്. അത് ഈ മാതാവിൻ്റെ മടിയിൽ ഉണ്ണീശോ ഒരു ഇളം നീല സ്കൈ ബ്ലൂ കളറിലുള്ളൊരു ഇങ്ങനെ തുണി ചുറ്റി കിടക്കുന്നതായിട്ടും ഔസപിതാവും അറിയാലോ ആട്ടിടയന്മാരും ഇവരൊക്കെ മാലാഖമാരൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് തന്നത്. അത് ഇരുട്ടത്തും അതിങ്ങനെ പ്രകാശിക്കും. അവൾ എന്ത് പെയിൻ്റാണ് യൂസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ മിനിയാന്ന് അവൾ വന്നിട്ട് കുട്ടീനെയും കൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു, നിനക്ക് ഉണ്ണീശോൻ്റെ പോലെ നിനക്കൊരു ആൺകുട്ടി ഉണ്ടാവട്ടെ എന്ന് ചുമ്മാതെ പറഞ്ഞു, അല്ല ആഗ്രഹിക്കണ പോലെ ഒന്ന് പറഞ്ഞു. അപ്പോൾ വരുമ്പോൾ കുട്ടീനെ കാണിച്ചു തരണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവൾ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. പിന്നെ ആർക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് പോയതാ. അപ്പോൾ അവൾ മിനിയാന്ന് വന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നു. 3 മാസമായി ഇപ്പോൾ മോന്. അപ്പോൾ മോന് പിന്നെ നല്ലൊരു കുട്ടിയായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ പറഞ്ഞു, ഡോക്ടറെ ഞാൻ മറക്കില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഉണ്ണീശോനെ പോലെ തന്നെ ഉണ്ണീശോ തന്നെ മുഖത്തൊക്കെ ചിരിച്ചു, എൻ്റെ മുഖത്തൊക്കെ ഇട്ടെങ്കിൽ സന്തോഷമായി. അപ്പോൾ അല്ല അങ്ങനെ ദൈവത്തിനെ കൊടുക്കാനും അങ്ങനെ പറ്റാറുണ്ട്. പിന്നെ ഞാൻ ഇപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ ഈശോയോട് പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം മിക്കവാറും കുറേ പേർക്കൊക്കെ പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ അവർക്കും പ്രാർത്ഥിച്ച് കൊടുക്കുന്ന മരുന്നിന് ഫലം കൂടുതലാണ്. തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ അറിയേണ്ടല്ല ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. അവർ നമ്മൾ മരുന്നേ കൊടുക്കുന്നുള്ളൂ, അവർ പ്രഗ്നൻ്റ് ആവണത് നമ്മുടെ കയ്യിലില്ലല്ലോ, അത് ദൈവം തന്നെയല്ലേ ഒരു ജീവൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദൈവത്തിനെ മഹത്വപ്പെടുത്തണം. അപ്പോൾ ഇങ്ങനെ നീ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് രാത്രിയും പകലും എല്ലാം ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ രാത്രിയും അപ്പം ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ടോ? ഇത് നമ്മൾ ചിലപ്പോൾ ഡെലിവറി പെട്ടെന്നുണ്ടാവും, അപ്പോൾ പിന്നെ നമുക്ക് ചിലപ്പോൾ തിയേറ്ററിലേക്ക് ഓടേണ്ടി വരും, അങ്ങനെ പിന്നെ ചിലപ്പോൾ പേഷ്യൻസ് താഴെ സീരിയസ് ആയിട്ട് നോക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും അത് നമ്മളെ ജോലിയുടെ ഒരു ഭാഗമായിട്ട് കാണും. അതിന് പുറമെ പിന്നെ നവീകരണത്തിൽ വന്നാൽ പിന്നെ അതൊക്കെ ഒരു സഹിക്കാനുള്ള കൃപയൊക്കെ നൽകിയിട്ടുണ്ട് ദൈവം. ഇത് ആഗ്രഹിക്കുന്നു മറ്റുള്ളവർക്ക് ഞാൻ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു അങ്ങനെ ചിന്തിക്കാൻ പ്രത്യേകം തോന്നാറുണ്ട്. അതൊരു വലിയ ദൈവാനുഗ്രഹം തന്നെയാണ്. എങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ അവിടെ ആ സമയത്ത് എന്നെ ദൈവം ഉപയോഗിച്ചത് കൊണ്ട്? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായി. എന്ന് വെച്ചാൽ ഈയിടെ ഒരു പെൺകുട്ടി അതിൻ്റെ ഹസ്ബൻഡും ഒരു മോനുണ്ട്. ആ മോന് എത്രയാ ഒരു 2-3 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഉടനെ അല്ല ഒരു 1.5 വയസ്സ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് പിന്നെ ഉടനെ അവർക്ക് പ്രഗ്നൻസി വേണ്ടാന്നാണ് വിചാരം. അപ്പോൾ അവർ നാട്ടിൽ പോയിട്ട് ലൂപ്പിട്ടിട്ട് വന്നിരിക്കുകയാണ് എൻ്റെ അടുത്ത്. അപ്പോൾ ആ പെൺകുട്ടിക്ക് ചോദിച്ചപ്പോൾ ഹിസ്റ്ററി ചോദിച്ചപ്പോൾ വയറുവേദനയായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സമയം കഴിയാറായി, 9:30 ആവാറായി. അപ്പം എന്നാലും ഇപ്പോൾ ഈ കൊണ്ടുവിടെ എന്താ ഈ ഭയങ്കര വേദനയാണ് ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ സിവിയർ പെയിൻ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ലല്ല ഡോക്ടർ നോക്കിയാൽ മതി, എന്തായാലും നോക്കുന്നു, എനിക്ക് അയാളിൽ പൈസയും ഇല്ല അധികം. അപ്പോൾ ഞാൻ പറഞ്ഞത് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ പീരീഡ് ആണെങ്കിൽ 3 ആഴ്ചയിലായിട്ട് ആൾക്കിട്ട് 3 തവണ പീരീഡ് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ലൂപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്താണ് പറയാണ്ടാവില്ലല്ലോ എന്ന് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ആ കുട്ടി ഭയങ്കര പെയിൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും പ്രഗ്നൻസി ടെസ്റ്റ് ഒന്ന് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു. അത് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന റിപ്പോർട്ട് പോസിറ്റീവായിട്ട് വന്നു. ഉടനെ ഞാൻ സ്കാൻ ചെയ്യുന്ന ഞങ്ങൾ റേഡിയോളജിസ്റ്റ് പറഞ്ഞു ഒന്ന് അൾട്രാസൗണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ കുട്ടിയുടെ ട്യൂബ് ഒരെണ്ണം പൊട്ടിയിട്ട് അതിൽ ബ്ലഡ് വയറ്റിനകത്ത് കളക്ട് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അൽക്കാസ്മി ഹോസ്പിറ്റലിലേക്ക് വേഗം റെഫർ ചെയ്തു. അവർ ഉടനെ തന്നെ എമർജൻസി അവിടുത്തെ ഡോക്ടേഴ്സിനെ വിളിച്ച് പറഞ്ഞ കാരണം എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്ത കാരണം അവർ പെട്ടെന്ന് ആ കുട്ടി സുഖമായി 3 ദിവസം കഴിയുമ്പോഴേക്കും വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ വളരെയധികം താമസം ഞാനത് ആ കുട്ടി പെയിനായിട്ട് വീട്ടിലേക്ക് അന്ന് വിട്ടെങ്കിൽ ആ കുട്ടി വീട്ടിൽ മരിച്ചു പോയാനെ, റപ്ചറായിട്ട് മരിച്ചു പോയാനെ, BP കുറഞ്ഞ ഷോക്കായിട്ട്. ദൈവത്തിൻ്റെ ഒരു മഹാകരുണയായിട്ട് ഞാൻ കാണാൻ തോന്നിച്ചത് അങ്ങനെ ദൈവത്തിൻ്റെ കൃപയായിട്ട് ഞാൻ കാണുന്നത്. തീർച്ചയായും ജീവൻ രക്ഷിക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം. നിങ്ങൾ കുടുംബമായിട്ട് നവീകരണ അനുഭവത്തിലുള്ള അവരാണ്. അപ്പോൾ കുടുംബത്തോടുകൂടി എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതെന്ന് പറയാമോ? നമുക്ക് കുടുംബങ്ങളുടെ പല കൂട്ടായ്മകളും ഉണ്ട്. പ്രത്യേകിച്ച് ഷാർജനെ സംബന്ധിച്ച് നമുക്ക് കുറേ ഫാമിലി സെല്ലുകൾ അവിടെ രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 പേരുള്ള കുടുംബ സെല്ലുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുടുംബ സെല്ലിൽ പെട്ട ആൾക്കാർ തന്നെ നമ്മളും, മാത്രമല്ല കുടുംബ സെല്ലിൻ്റെ ഒരു കോർഡിനേറ്ററും കൂടിയാണ്. അപ്പോൾ ഈ മാസം തോറും അവിടെ നമുക്ക് കുടുംബ സെല്ലിൻ്റെ മീറ്റിംഗ് ഉണ്ടാവും. അവിടെ വളരെ കാര്യമായിട്ട് അതിൽ ദൈവവചനം പറയാനും ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാനും പിന്നെ ചിലപ്പോഴൊക്കെ ഈ അസുഖ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മുടെ മുല്ലശ്ശേരി അവിടുത്തെ മുല്ലശ്ശേരി എന്ന സ്ഥലമുണ്ട്. അവിടുത്തെ ഒരാൾ ഈ അയോർട്ട റപ്ചർ ചെയ്തിട്ട് ഡിസെക്ഷൻ ഓഫ് അയോർട്ട എന്ന് പറയും, അങ്ങനെയായിട്ട് വലിയൊരു സർജറിക്ക് വിധേയനായെങ്കിലും അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ആ പേഷ്യൻ്റെ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് തന്നെ അവരെന്നെ വിളിച്ചിരുന്നു, അവരെ പരിചയക്കാരെന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. ഞാനൊന്ന് ഡ്യൂട്ടി അല്ലെങ്കിൽ അവിടെ ചെന്നു. ഞാൻ CT സ്കാനൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി. അവസാനം അവർ തിയേറ്ററിൽ കാർഡിയക് സർജൻ തിയേറ്ററിൽ എടുത്തെങ്കിലും ആഫ്റ്റർ 12 hours ഇൻ ദ തിയേറ്റർ ദേ കുഡിൻ സേവ് ഹിം. അങ്ങനെ അവിടെ മരിച്ചുപോയി. അപ്പോൾ അത് വേറൊരു ഫാമിലി സെല്ലിൽ പെട്ട ഫാമിലിയായിരുന്നു. അപ്പോൾ അവിടെ പോയി ഞാൻ ഈ അസുഖത്തെക്കുറിച്ച് അവർക്കൊരു വീഡിയോ പ്രസൻറ്റേഷൻ ചെയ്ത് അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അവർക്കത് വലിയൊരു അനുഭവമായി. ഡോക്ടർ ഇത്രയും വന്ന് സാധാരണക്കാരിലേക്ക് ഇറങ്ങി ഇത്തരം കാര്യങ്ങൾ ഇത്രയും ഇത് വലിയൊരു രോഗമാണ് ഈ ഡിസെക്ഷൻ ഓഫ് അയോർട്ട. നിങ്ങളുടെ യൂണിറ്റിൽ ഒരു ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അത് ഞാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും. ഒപ്പം തന്നെ ഈ ബൈബിൾ ക്ലൂസും വചനം പങ്കുവയ്ക്കാനും ജീവിതത്തിലെ ആ യഥാർത്ഥ ബോധ്യങ്ങളും നേരെ വഴിക്ക് പോകേണ്ട കാര്യത്തെക്കുറിച്ചും സംസാരിക്കാനായിട്ടൊക്കെ ഈ കുടുംബ കൂട്ടായ്മകളിൽ ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ അനിയന്മാരൊക്കെ ആയിട്ട് തന്നെ നമുക്ക് ചാരിറ്റി മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ ദൈവവചനം പങ്കുവയ്ക്കാനും ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഞാൻ എൻ്റെ ദൈവം തന്ന കഴിവുകൾ ഉപയോഗിക്കാറുണ്ട്. എന്താണ് ഈ ഇനിയുള്ള
തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടറായിരിക്കുന്നവരോട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ള സന്ദേശം? ദൈവം ഓരോരുത്തർക്കും ഓരോ താലന്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഡോക്ടർക്ക് അതിൻ്റേതായ താലന്തുണ്ട്. വേറെ എല്ലാ പ്രൊഫഷനിലും ദൈവം ഓരോ താലന്ത് ഓർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഡോക്ടറെ സംബന്ധിച്ചാണെങ്കിൽ രോഗികളെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും ആത്മാർത്ഥമായും സഹാനുഭൂതിയോടുകൂടിയും ദൈവികമായും ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഡോക്ടർക്ക് ചെയ്യാനുള്ള കാര്യം. അതിൽ രോഗിക്ക് ഒരുപാട് സമാധാനവും സന്തോഷം പകർന്നു കൊടുക്കാനായിട്ട് ഒരു ഡോക്ടർക്ക് സാധിക്കും. അത് അവരുടെ പ്രായോഗിക ജീവിതത്തിൽ അവർ പ്രായോഗികമാക്കണം. ഏത് ഡോക്ടർമാർ മാത്രമല്ല, മെഡിക്കൽ പ്രൊഫഷണൽ നഴ്സുമാരായാലും ടെക്നീഷ്യന്മാരായാലും ഒരിക്കലും മറക്കാതെ ചെയ്യേണ്ടത് ദൈവം തന്ന ഈ താലന്ത് ഞാൻ അവർക്ക് വേണ്ടി ഉപയോഗിക്കാനാണ്, അവരില്ലെങ്കിൽ ഞാനില്ല എന്നുള്ള വലിയൊരു ബോധ്യം അവർക്കുണ്ടാവണം. ഡോക്ടർ ഇത്രയും നേരം നമ്മളോട് പറയുകയായിരുന്നു എങ്ങനെയാണ് ഒരു ഡോക്ടർ ആയിരിക്കേണ്ടത്, ദൈവം വിളിച്ച വിളിക്ക് എങ്ങനെയാണ് പ്രത്യുത്തരം നൽകേണ്ടതെന്ന്. ജോലി ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കണം, ദൈവം എന്നെ ഒരു പ്രത്യേക ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു, ഇതൊരു ദൈവിക വിളിയാണെന്ന്. ആ വിളിക്കനുസരിച്ച് ജീവിക്കാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാ